നമസ്കാരം. കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നില്ല. ചിരിയുടെ മൂടുപടമണിഞ്ഞ കുറ്റവാളികൾ നമുക്ക് ചുറ്റുമുണ്ട്. കാണാം ക്രൈംബ്രാഞ്ച്. കൊച്ചി പാലാരിവട്ടത്ത് ഹോം നഴ്സ് വീട്ടുടമയെ കുത്തിക്കൊന്നു. പ്രായമായ അമ്മയെ അപായപ്പെടുത്താൻ ശ്രമിച്ച മകനെയാണ് വീട്ടിലെ ഹോം നഴ്സ് കുത്തിക്കൊലപ്പെടുത്തിയത്. പാലാരിവട്ടം സ്വദേശി തോബിയാസ് ആണ് കൊല്ലപ്പെട്ടത്. ഹോം നഴ്സ് ലോറൻസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. തോബിയാസ് അമ്മയുടെ കഴുത്ത് ഞെരിക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെന്നും ഇതിന് സാധിക്കാതെ വന്നപ്പോൾ കത്തികൊണ്ട് കുത്തുകയായിരുന്നുവെന്നുമാണ് അറസ്റ്റിലായ ലോറൻസിന്റെ മൊഴി. കുത്തേറ്റതിനെ തുടർന്ന് രക്തം വാർന്നാണ് തോബിയാസ് മരിച്ചത്. തോബിയാസിന്റെ അമ്മ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ഇവരുടെ മകളാണ് പോലീസിനെ വിവരമറിയിച്ചത്. എന്നാൽ പോലീസ് എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കുത്തിയതിനു ശേഷം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ലോറൻസിനെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. തൃശൂർ സ്വദേശിയായ ലോറൻസ് 1 വർഷമായി ഇവിടെ ഹോം നഴ്സായി ജോലി ചെയ്തു വരികയാണ്. ലഹരിക്കടിമയായ തോബിയാസ് പലപ്പോഴും അമ്മയെയും ലോറൻസിനെയും ആക്രമിക്കാറുണ്ടെന്നും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ സംഘർഷത്തിനിടെ ലോറൻസ് ഇയാളെ കുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അവിവാഹിതനായ തോബിയാസ് പലതവണ കഞ്ചാവ് കേസിൽപ്പെട്ടിട്ടുണ്ടെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. യുവതിയെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. യുവതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ടുള്ള വീട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഭർത്താവിന്റെ അറസ്റ്റ്. കഴിഞ്ഞ 31 രാത്രിയോടെയാണ് കൗന്തി തുണ്ടത്തിൽ വിഷ്ണുവിന്റെ ഭാര്യ ഉണ്ണിമായയെ രാത്രി 11:30 വീടിനടുത്തെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കളുടെ ആരോപണത്തെ തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഭർത്താവ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് വിഷ്ണുവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവ ദിവസം ഉണ്ണിമായയും വിഷ്ണുവും തമ്മിൽ വഴക്കുണ്ടാകുകയും വിഷ്ണു ഉണ്ണിമായയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. വിഷ്ണു സ്ഥിരമായി വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയും ഭാര്യയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നതായി അയൽവാസികളും മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷ്ണുവിനെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗാർഹിക പീഡന നിയമപ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം വെമ്പായത്ത് 15-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമായി കുറച്ചു. കേസിൽ 2013 ജനുവരിയിൽ പ്രതിക്ക് തിരുവനന്തപുരം സെഷൻസ് കോടതിയായിരുന്നു വധശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം വെമ്പായത്ത് 15-കാരിയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തം തടവായി ഇളവ് ചെയ്തു. പ്രതിയായ വീരണക്കാവ് മേലോട്ടുകുഴി ചന്ദ്രാമൊഴി ക്രൈസ്റ്റ് ഭവനിൽ രാജേഷ് തുടർച്ചയായി 25 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും അതിനു മുൻപ് ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 2011 മാർച്ച് 6-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രതി പെൺകുട്ടിയുടെ വീടിന് സമീപം ഓട്ടം പോയ സമയം ഓട്ടോ കുഴിയിൽ വീണു. ഓട്ടോ കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റിയ ശേഷം പരിസരത്ത് ആരുമില്ലെന്ന് മനസ്സിലാക്കി വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യുകയും ആഭരണം കവരുകയുമാണ് ഉണ്ടായത്. കേസിൽ 2013 ജനുവരിയിൽ പ്രതിക്ക് തിരുവനന്തപുരം സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ഈ വിധിക്കെതിരായ അപ്പീലും വധശിക്ഷ സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയുമാണ് ഹൈക്കോടതി പരിഗണിച്ചത്. പോലീസ് ചുമത്തിയ കുറ്റങ്ങളെല്ലാം പ്രതിക്കെതിരെ നിലനിൽക്കുന്നതായി വാദം കേട്ട ഹൈക്കോടതി വ്യക്തമാക്കി. പക്ഷേ നീതി ലഭിക്കാൻ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നില്ല. ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചാൽ മതിയാകും. പ്രതി മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായല്ല ക്രൂരകൃത്യം പ്രവർത്തിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്. മദ്യലഹരിയിൽ ഭാര്യയും മകനും താമസിക്കുന്ന വീട് കത്തിച്ച കേസിൽ ഭർത്താവ് പിടിയിൽ. കുടുംബവഴക്കാണ് കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു. ചാർലി എന്ന് വിളിക്കുന്ന തോമസ് മാത്യുവിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി 11:30ഓടെയാണ് സംഭവം. തോമസ് മാത്യുവിന്റെ ഭാര്യയും മകനും താമസിക്കുന്ന വീടാണ് കത്തിച്ചത്. കുടുംബവഴക്കിനെ തുടർന്ന് തോമസ് മാത്യുവും ഭാര്യയും വേറെ വീടുകളിലാണ് താമസിക്കുന്നത്. ഭൂമി സംബന്ധമായ തർക്കം ഇവർ തമ്മിൽ നേരത്തെയുണ്ട്. ഞായറാഴ്ച രാത്രി തോമസ് മാത്യു ഭാര്യയുമായി വഴക്കിട്ടു. ഭാര്യയെ മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഇറങ്ങിയോടി. ഉടനെ തന്നെ ഇയാൾ വീടിന് തീയിടുകയായിരുന്നു. ഷീറ്റിട്ട വീട് പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. സംഭവത്തെ തുടർന്ന് മൂന്നാർ പോലീസ് സ്ഥലത്തെത്തി. SI ശ്യാംകുമാർ, മാങ്കുളം SI മാത്യു ഫിലിപ്പ് എന്നിവർ ചേർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. കണ്ണൂർ തളിപ്പറമ്പ് ധർമ്മശാലയിൽ വൻ കഞ്ചാവ് വേട്ട. 16 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. ആന്ധ്രയിൽ നിന്നും കണ്ണൂരിലേക്ക് കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് കാറിന്റെ ഡിക്കിയിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയത്. ധർമ്മശാല പറശ്ശിനിക്കടവ് റോഡിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് കഞ്ചാവ് കടത്തുകയായിരുന്നവരെ വലയിലാക്കിയത്.
കുറുമാത്തൂർ സ്വദേശി സി ജാഫർ, ചപ്പാരപ്പടവിലെ അലി അക്ബർ എന്നിവരാണ് പിടിയിലായത്. വിശാഖപട്ടണത്തിന് സമീപം നർസീപട്ടണം എന്ന സ്ഥലത്ത് നിന്നാണ് കഞ്ചാവ് വാങ്ങിയതെന്ന് പ്രതികൾ പറഞ്ഞു. പയ്യോളി സ്വദേശിക്ക് കൈമാറാനാണ് കഞ്ചാവ് കടത്തിയത് എന്നാണ് ഇവർ നൽകിയ വിവരം. എന്നാൽ നിഫ്റ്റ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ള ധർമ്മശാലയിൽ വിദ്യാർത്ഥികൾക്ക് ചില്ലറ വിൽപ്പന നടത്തുക ലക്ഷ്യം വച്ച് എത്തിച്ചതാണോ ഇതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതായി നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തളിപ്പറമ്പ് പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ഷാഡോ പോലീസും ചേർന്നാണ് കഞ്ചാവ് വേട്ട നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി കൊച്ചി നഗരത്തിൽ ഹാഷിഷും കഞ്ചാവും വിറ്റഴിച്ച രണ്ടംഗ സംഘം പിടിയിൽ. പള്ളുരുത്തി സ്വദേശി സുബിൻ, ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശി രാജൻ സെൽവം എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി ഓഫർ റേറ്റിന് നഗരത്തിൽ ഹാഷിഷും കഞ്ചാവും വിറ്റഴിച്ചിരുന്ന രണ്ടംഗ സംഘം കൊച്ചി സിറ്റി ഷാഡോ പോലീസിന്റെ പിടിയിലായി. പള്ളുരുത്തി സ്വദേശി സുബിൻ, ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശി രാജസെൽവം എന്നിവരാണ് പോലീസ് പിടിയിലായത്. ഇവരിൽ നിന്ന് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ നിരവധി പാക്കറ്റ് ഹാഷിഷും കഞ്ചാവും ലഹരി വസ്തുക്കൾ വിറ്റഴിച്ച് കിട്ടിയ കാശും പോലീസ് പിടിച്ചെടുത്തു. പുതുവത്സര ആഘോഷങ്ങൾക്കിടയിൽ വിൽപ്പന നടത്തുവാനായി സ്റ്റോക്ക് ചെയ്തതിന്റെ ബാക്കിയാണ് പോലീസിന് ലഭിച്ചതെന്നാണ് വിവരം. സോഷ്യൽ മീഡിയകളായ വാട്സപ്പ്, മെസഞ്ചർ തുടങ്ങിയ ഗ്രൂപ്പുകൾ വഴിയാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. ലഹരി വിപണിയിൽ 2000 രൂപ വിലയുള്ള പാക്കറ്റ് കഞ്ചാവിന് 1200 രൂപ ഓഫറിലാണ് ഇവർ വിറ്റിരുന്നത്. മുന്തിയ ഇടപാടുകാർക്കിടയിലാണ് ഇവരുടെ വിൽപ്പന. DCP ജെ ഹിമേന്ദ്രനാഥിന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. തമിഴ്നാട്ടിലെ കമ്പത്തു നിന്നും എത്തിക്കുന്ന ഹാഷിഷും കഞ്ചാവും രാജസെൽവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോയിൽ നഗരം ചുറ്റിയാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കയറി മോശം കമന്റിട്ടതിന് യുവാവിനെ ഭർത്താവും IAS ഉദ്യോഗസ്ഥനുമായ യുവാവ് പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലിച്ചതച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഭാര്യയുടെ ഫേസ്ബുക്ക് പേജിൽ കയറി മോശം കമന്റിട്ട യുവാവിനെ IAS ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന വീഡിയോ പുറത്ത്. ബെറ്റർ ഇന്ത്യ തെരഞ്ഞെടുത്ത ഇന്ത്യയിലെ മികച്ച 10 IAS ഉദ്യോഗസ്ഥരിൽ ഒരാളും മലയാളിയും കൂടിയായ നിഖിൽ നിർമ്മലാണ് ഈ IAS ഉദ്യോഗസ്ഥൻ. ബംഗാൾ അലിപുർദാറിലെ കളക്ടറാണ് നിഖിൽ നിർമ്മൽ. ഇദ്ദേഹമാണ് തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് യുവാവിനെ പൊതിരെ തല്ലിയത്. നിഖിൽ ഭാര്യയെ മുന്നിൽ നിർത്തിയാണ് യുവാവിനെ മർദ്ദിച്ചത്. ഫലാക്കട പോലീസ് സ്റ്റേഷനിലായിരുന്നു സംഭവം. സ്റ്റേഷൻ SI സൗമ്യജിത് റേയും സംഭവം നടക്കുമ്പോൾ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്റെ അധികാര പരിധിയിൽ എനിക്കെതിരെ ചെയ്യാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇനി ഇങ്ങനെ ഉണ്ടായാൽ വീട്ടിൽ കയറി കൊല്ലുമെന്നും നിഖിൽ പറയുന്നതായി വീഡിയോയിൽ കേൾക്കാം. കൂടാതെ ഇത്തരം അസഭ്യങ്ങൾ ആര് പറഞ്ഞിട്ടാണ് എഴുതിവിടുന്നതെന്ന് നിഖിലിന്റെ ഭാര്യയും ചോദിക്കുന്നുണ്ട്. അതേസമയം ക്ഷമയാചിച്ച് മുട്ടിലെഴുന്ന യുവാവിനെ നിഖിലും ഭാര്യയും ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകരാണ് പുറത്തുവിട്ടത്. സംഭവത്തിന്റെ ഒരു ഘട്ടത്തിലും പോലീസ് നിർമ്മലിനെ തടയുന്നില്ല എന്നുള്ളതും ദൃശ്യത്തിൽ വ്യക്തമാണ്. യാതൊരു പരാതിയും കൂടാതെയാണ് യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതും IAS ഉദ്യോഗസ്ഥൻ തന്നെ ചോദ്യം ചെയ്യലും തുടർന്ന് കൈകാര്യം ചെയ്യലും നടത്തിയത്. ന്യൂസ് ഡെസ്ക്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീടിനു നേരെ ബോംബേർ. കോഴിക്കോട് പുതിയപ്പയിൽ CPM അനുഭാവിയുടെ ബൈക്ക് കത്തിച്ചു. കൊയിലാണ്ടിയിൽ സംഘർഷഭൂമിയാക്കാനുള്ള സംഘപരിവാർ ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പുലർച്ചെ 3:30യോടെയാണ് CPM ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ K ഷിജുവിന്റെ വീടിനു നേരെ ബോംബാക്രമണമുണ്ടായത്. ബോംബേറിൽ വീടിന്റെ ജനൽച്ചില്ലുകളും വാതിലുകളും തകർന്നു. സംഭവ സമയത്ത് ഷിജുവും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ബോംബ് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടാണ് ഇരുവരും ഞെട്ടിയുണർന്നത്. കൊലവിളികളുമായി RSS സംഘം അപ്പോഴും മുറ്റത്തുണ്ടായിരുന്നുവെന്ന് ഷിജു പറയുന്നു. എല്ലാ ലൈറ്റുകളും ഒരേ സമയത്ത് കത്തിയപ്പോഴാണ് മുറ്റത്തുണ്ടായിരുന്ന അക്രമികൾ തെറി വിളിച്ചുകൊണ്ട് ഒരു പ്രകോപനം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇറങ്ങി വാട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയായിരുന്നു. പിന്നീട് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോഴാണ് അവർ തിരിഞ്ഞോടി. വൃദ്ധയായ അമ്മ ഭയം കാരണം പുറത്തേക്കിറങ്ങിയില്ല. ഒരു 3-3:30 ആകുമ്പോൾ ഒരു ഭയങ്കര ഒച്ച ഇട്ട് അപ്പം ഞാൻ പേടിച്ചു പോയി. നോക്കുമ്പോൾ ഈ ഗ്ലാസും ഇതും എല്ലാം കൂടി ബോംബിട്ടതാണ്. ബോംബിന്റെ ഒച്ച പോലെ ഭയങ്കര ഒച്ചയായിരുന്നു. കഴിഞ്ഞ ജനുവരി 2 മുതൽ വെട്ടും കൊല്ലും തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് RSS സംഘം കൊയിലാണ്ടിയിലും പരിസര പ്രദേശങ്ങളിലും വിഹരിക്കുന്നത്. RSS പ്രവർത്തകൻ അതുലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷിജുവിന്റെ വീട് ആക്രമിച്ചത്. സ്ഥലത്ത് പ്രകോപനം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് നഗരസഭാ ചെയർമാൻ K സത്യൻ പറയുന്നു. കഴിഞ്ഞ ഹർത്താലിനോടനുബന്ധിച്ച് അക്രമം അഴിച്ചുവിടുകയായിരുന്നു RSS സംഘപരിവാർ ശക്തികളും കൊയിലാണ്ടിയിൽ. കൊയിലാണ്ടി നഗരത്തിലുള്ള നേരത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് വെച്ച ബോർഡുകളും വനിതാ മതിലുമായി ബന്ധപ്പെട്ട് വെച്ച ബോർഡുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ്
RSSന്റെ പ്രകടനത്തിൽ വന്ന ഇവർ പോയിട്ടുള്ളത്. വിയൂർ മേഖലയിൽ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഗണേശന്റെ വീട് വളഞ്ഞു വെക്കുകയും അദ്ദേഹത്തെയും കുടുംബത്തെയും പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ RSS സംഘം ഭീഷണിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ തുടർന്നും RSS പാർട്ടി നേതാക്കളുടെ വീടുകൾ ആക്രമിക്കുന്നത് പതിവാക്കിയ അവസ്ഥയാണുള്ളത്. അതേസമയം പുതിയാപ്പയിലെ CPIM അനുഭാവി വലയകത്ത് ഭാസ്കരന്റെ മകൻ ജയന്റെ നിർത്തിയിട്ട ബൈക്ക് RSS സംഘം കത്തിച്ചു. ഭാസ്കരന്റെ വീടിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-ാം തീയതി മുതൽ കൊയിലാണ്ടിയെ സംഘർഷഭൂമിയാക്കാനുള്ള ശ്രമങ്ങളാണ് RSS സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ബോംബേറടക്കമുള്ള ആക്രമണങ്ങളും അതുപോലെ പ്രകോപനപരമായ പ്രതിഷേധ പ്രകടനങ്ങളും അവർ നടത്തുന്നത്. കൊയിലാണ്ടിൽ നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം PV ജോഷില. RSS BJP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയ പ്രധാന അധ്യാപകൻ ഹൃദയസ്തംഭനം മൂലം മരിച്ചു. ഇളമ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന അധ്യാപകനായ പള്ളിക്കത്തോട് മുള്ളൂർ T പ്രസാദ് കുമാറാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ നെഞ്ചുവേദനയെ തുടർന്ന് പാലാ മരീൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. വനിതാ മതിലിൽ സ്കൂളിലെ പ്രധാന അധ്യാപികമാർ പങ്കെടുക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഭീഷണി മുഴക്കി സ്കൂളിലെത്തിയ RSS സംഘം പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രസാദിനെ മൊബൈലിൽ വിളിച്ച ഭീഷണി മുഴക്കുകയും മൊബൈൽ ഫോണിലൂടെയുള്ള നിരന്തരമുള്ള ഭീഷണി പ്രസാദിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആക്കുകയും ചെയ്തുവെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. KSTA കൊഴുവനാൽ സബ് ജില്ലാ പ്രസിഡന്റാണ് പ്രസാദ് കുമാർ. മായയാണ് ഭാര്യ. മക്കൾ ആദർശ്, ശ്രീദർശ് എന്നിവരാണ്. ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറിന് നേരെ RSSന്റെ ലൈംഗിക അധിക്ഷേപം. ചെന്നൈ തലക്കുളം സ്വദേശി അജിതയ്ക്കാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ട്രാൻസ്ജെൻഡർ ആണെന്നതിന് എന്താണ് തെളിവെന്നാണ് RSSകാർ അജിതയോട് ചോദിച്ചത്. തെളിവായി വസ്ത്രം മാറ്റി കാണിക്കുകയെ നിവൃത്തിയുള്ളൂവെന്നായിരുന്നു നിസ്സഹായയായ അജിതയുടെ മറുപടി. രാവിലെ 8:30 മധുര തലക്കുളം സ്വദേശിനിയായിട്ടുള്ള അജിതയെ അമ്മയുമായി അയ്യപ്പ ദർശനത്തിന് എത്തിയപ്പോൾ RSS പ്രവർത്തകർ തടഞ്ഞത്. അവിടെ വെച്ച് താൻ ഈ അജിത RSS പ്രവർത്തകരോട് താൻ മകനാണെന്നും ഈ അമ്മയ്ക്കൊപ്പം എത്തിയതാണെന്നും അറിയിച്ചു. മകനാണെന്നുള്ളതിന് അല്ലെങ്കിൽ പുരുഷനാണെന്നുള്ളതിന് ആമ്പിളെ എന്നാണ് അജിത തമിഴിൽ പറഞ്ഞത്. അതിന് എന്താണ് തെളിവെന്നുള്ള ചോദ്യത്തിന് ഏറ്റവും ഒടുവിൽ സഹികെട്ട് നിവൃത്തികേടുകൊണ്ട് അജിതയ്ക്ക് പറയേണ്ടി വന്നു തന്റെ വസ്ത്രം അഴിച്ചു കാണിക്കുക മാത്രമേ ഇനി നിവൃത്തിയുള്ളൂ എന്ന്. അമ്മക്ക് 49 വയസ്സായിട്ട് വയസ്സാണ് മൂലട്ടിയായി. அவங்க மயன் ஆண் பிள்ளை ஆயிட்டு பெண் பிள்ளை அல்ல. ഇനി ആടെ കടക്കട ഞാൻ തൂക്കേണ്ടതാണ് നിൽക്കണം. നിങ്ങൾ എന്താണ് നോക്കണുണ്ട് പ്രൂഫ് കേട്ടിരുന്നാൽ ഞാൻ തൂക്കേണ്ടതാണ് നിൽക്കണം. നിങ്ങൾ എന്താണ് നോക്കണേ ഐഡിയ എല്ലാം പോലീസ് പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പോലീസിന് കൊടുക്കാമോ ഒന്നും കൊടുക്കുമ്പോൾ ഞാൻ വരല്ല. എല്ലാം റൂൾസ് പടി സാരിയിലെ വന്ന് ഇറങ്ങുന്നതാണ്. ഇപ്പൊ സാരിയെ മാറ്റുന്നുണ്ട്. അയ്യപ്പൂടെ സേവകന് വേണ്ടി സാരിയെ മാറ്റുന്നുണ്ട് നോക്കണം. പോലീസ് എത്തിയാണ് അജിതയെ സംരക്ഷിച്ചുകൊണ്ട് തിരിച്ച് പമ്പ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതും. തുടർന്ന് അജിതയുടെ കമ്മൽ ഊരി മാറ്റേണ്ടി വന്നു. സ്ത്രീ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വേഷ സംവിധാനങ്ങൾ മാറ്റേണ്ടി വന്നു. അതിനുശേഷമാണ് അജിതയ്ക്ക് ശബരിമലയിലേക്ക് പോകാൻ കഴിഞ്ഞത്. ആ സമയം പോലീസിന്റെ സംരക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അജിതയ്ക്ക് നേരെ കയ്യേറ്റവും ഉണ്ടായേനെ. എന്തായാലും പോലീസ് അജിതയ്ക്ക് ലൈംഗിക അധിക്ഷേപം ഉണ്ടായ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹർത്താലിന്റെ മറവിൽ അതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് RSS BJP ശബരിമല കർമ്മസമിതി നേതാക്കൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. PS ശ്രീധരൻപിള്ള, KP ശശികല, TP സെൻകുമാർ, O രാജഗോപാൽ തുടങ്ങിയവർക്ക് നോട്ടീസ് അയക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഇതിനിടെ യുവതികളുടെ സന്ദർശനം സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. അതേസമയം മനീതി സംഘത്തിന് സംരക്ഷണം നൽകിയത് യുവതികളെ വലതുപക്ഷ തീവ്രവാദികളുടെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുക്കാതിരിക്കാനാണ് എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. യുവതികൾ ശബരിമലയിൽ ആരാധന നടത്തിയതിനെതിരെ സംഘടിപ്പിച്ച ഹർത്താലിലുണ്ടായ നഷ്ടം ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ RSS BJP കർമ്മസമിതി നേതാക്കൾക്ക് നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. PS ശ്രീധരൻപിള്ള, KP ശശികല, TP സെൻകുമാർ, O രാജഗോപാൽ തുടങ്ങിയ ഹർജിയിലെ എതിർകക്ഷികൾക്കാണ് നോട്ടീസിന് ഉത്തരവിട്ടത്. നഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം നേരിട്ടോ അല്ലാതെയോ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർക്കാണെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം.
ഏതെങ്കിലും ഗ്രൂപ്പോ സംഘടനയോ ആക്രമണം നടത്തി നാശനഷ്ടം വരുത്തിയാൽ നേതാക്കൾ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്നും വിധിയിൽ പറയുന്നുണ്ടെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെ ബിന്ദുവും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയത് സംബന്ധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ഇരുവരും വിശ്വാസികളാണോ എന്ന് കോടതി ആരാഞ്ഞു. ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം മനീതി സംഘത്തിന്റെ ശബരിമല പ്രവേശനത്തിൽ ബോധപൂർവമായ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മനീതി സംഘത്തിന് സംരക്ഷണം നൽകിയത് യുവതികളെ വലതുപക്ഷ തീവ്രവാദികളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാനാണ്. കോടതിയോട് അനാദരവ് കാണിച്ചിട്ടില്ല. മനീതി സംഘം കേരളത്തിൽ പ്രവേശിച്ചപ്പോൾ പലയിടത്തും ആക്രമണം നേരിട്ടു. പോലീസ് ഇടപെട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയത്. പൗരന്റെ ജീവന് സംരക്ഷണം നൽകാനുള്ള ഭരണഘടനാ ബാധ്യത സർക്കാരിനുണ്ട്. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് KSRTCയിൽ അവരെ കൊണ്ടുപോയിരുന്നെങ്കിൽ സുരക്ഷ അപകടത്തിലാകുമായിരുന്നു. നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ സ്വകാര്യ വാഹനങ്ങൾ പാടില്ലെന്നൊരു ഉത്തരവില്ലെന്നും AG വ്യക്തമാക്കി. എന്നാൽ അങ്ങനൊരു ഉത്തരവുണ്ടെന്ന് ആവർത്തിച്ച കോടതി സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൊഴിൽ വാഗ്ദാനം ചെയ്ത് പാർട്ടി പ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത കേസിൽ BJP നേതാവ് പിടിയിൽ. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. തൊഴിൽ വാഗ്ദാനം ചെയ്ത് പാർട്ടി പ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത കേസിൽ BJP നേതാവ് അറസ്റ്റിൽ. BJP മുൻ ജനറൽ സെക്രട്ടറി സഞ്ജയ് കുമാറാണ് അറസ്റ്റിലായത്. പാർട്ടി പ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത കേസിൽ BJP മുൻ ജനറൽ സെക്രട്ടറി സഞ്ജയ് കുമാർ അറസ്റ്റിൽ. BJPയുടെ ഉത്തരാഖണ്ഡ് ജനറൽ സെക്രട്ടറിയാണ് സഞ്ജയ് കുമാർ. ഇയാൾക്കെതിരെ യുവതി പരാതി നൽകിയതിനെ തുടർന്നാണ് ശനിയാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ഡെറാഡൂണിലെ ബെൽബീറിലുള്ള പാർട്ടി ആസ്ഥാനത്ത് വിളിച്ചുവരുത്തി പീഡിപ്പിക്കുകയായിരുന്നു. യുവതിക്ക് ഇയാൾ ലൈംഗിക സന്ദേശങ്ങൾ അയക്കുന്നതും പതിവായിരുന്നു. ഇയാൾക്കെതിരെ യുവതി പാർട്ടിയിൽ പരാതി പറയുമ്പോഴാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് ഇയാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. RSS പ്രവർത്തകൻ കൂടിയായ സഞ്ജയ് 7 വർഷമായി BJPയുടെ സംഘടനാ സ്ഥാനങ്ങൾ കൈയാളുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. CBI കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. അലോക് വർമ്മയെ ഡയറക്ടർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ഇതോടെ മോദിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് അലോക് വർമ്മ വീണ്ടും CBI തലപ്പത്തെത്തും. അലോക് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി പരിഗണിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് രാഷ്ട്രീയ താൽപര്യത്തിനായി CBI എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. ജൂലൈ മാസം മുതൽ CBI തലപ്പത്ത് പ്രശ്നമുണ്ടായിട്ടും ഒക്ടോബർ 23-ന് അർദ്ധരാത്രി അസാധാരണ നടപടിയിലൂടെ അലോക് വർമ്മയെ മാറ്റി നിർത്തിയ നടപടിയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് റദ്ദാക്കിയത്. ചീഫ് ജസ്റ്റിസ് അവധിയിലായതിനാൽ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ 12-ാം കോടതി വെച്ചാണ് വിധി പ്രസ്താവന നടത്തിയത്. ജസ്റ്റിസ് KM ജോസഫും ബെഞ്ചിലുണ്ടായിരുന്നു. CBI ഡയറക്ടറെ മാറ്റണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള 3-അംഗ ഉന്നതതല സമിതിയുടെ അനുമതി വേണമെന്ന വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. കുറഞ്ഞത് 2 വർഷമെങ്കിലും CBI ഡയറക്ടർക്ക് പ്രവർത്തന കാലാവധി നൽകണമെന്ന വിനീത് നാരായൺ കേസിലെ വിധി കോടതിക്ക് തള്ളിക്കളയാനാവില്ലെന്ന് വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഈ മാസം 31-നാണ് അലോക് വർമ്മയുടെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാകുന്നത്. അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ CVC അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ ഉന്നതതല സമിതി യോഗം ചേർന്ന് പരിഗണിക്കണമെന്ന് ഉത്തരവിട്ട കോടതി ഈ കാലയളവിൽ അലോക് വർമ്മ നയപരമായ തീരുമാനമെടുക്കണമെന്ന് വിധിയെഴുതി. Partial victory for Shri Alok Verma in the sense that he has been restored, the order removing him has been quashed, but unfortunately and strangely he has been restrained, from taking major policy decisions, so his full powers have not been restored. M. നാഗേശ്വര റാവുവിനെ താൽക്കാലിക ഡയറക്ടറെ നിയമിച്ച ഉത്തരവും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. നിയമനവും നീക്കം ചെയ്യലും ഉന്നതാധികാര സമിതിയുടെ കീഴിൽ വരുമെന്നും സുപ്രീം കോടതിയിലെ വിധി നടപ്പിലാക്കുമെന്നും കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി. അതേസമയം കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് രാഷ്ട്രീയ താൽപര്യത്തിനായി CBI എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ കൈകടത്തുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വിധി. അധികാര ദുർവിനിയോഗം നടത്തിയതിന് കേന്ദ്ര സർക്കാരിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയുടെ CBI കേസിലെ വിധി പ്രസ്താവം. ക്യാമറമാൻ അതുലിനോടൊപ്പം ഹരീഷ് ശരങ്ങാട്ട്. അയോധ്യ തർക്കഭൂമി കേസ് 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ജനുവരി 10-ന് വാദം കേൾക്കാൻ ആരംഭിക്കും. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന ആവശ്യം മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര തള്ളിയിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ ജസ്റ്റിസുമാരായ SI ബോബ്ഡെ, NV രമണ, UU ലളിത്, DY ചന്ദ്രചൂഡ് എന്നിവരാണുള്ളത്. അയോധ്യ ഭൂമി സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഖാരെ,
ലാംലല്ല വിരാജ്മാൻ തുടങ്ങിയ കക്ഷികൾക്ക് വിഭജിച്ചു കൊടുത്ത അലഹബാദ് ഹൈക്കോടതിയുടെ 2010 ഉത്തരവിന് എതിരായി 14 ഹർജികളാണ് കോടതി പരിഗണനയിലുള്ളത്. അയോധ്യയിലെ 2.77 ഏക്കർ തർക്കഭൂമിയാണ് 3ആയി വിഭജിച്ച് നൽകിയത്. പള്ളി ഇസ്ലാമിക വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമല്ല എന്ന ഇസ്മായിൽ ഫറൂഖി കേസിലെ വിധിയുടെ ഭരണഘടനാ സാധുത കൂടി പരിശോധിച്ചു വേണം ബാബറി കേസിൽ വിധി പറയാനെന്ന് നേരത്തെ സുന്നി വഖഫ് ബോർഡ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് കേസ് പരിഗണിച്ചിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആവശ്യം തള്ളി. തുടർന്ന് 3 അംഗങ്ങളുള്ള പുതിയ ബെഞ്ചായിരിക്കും ബാബറി കേസ് പരിഗണിക്കുകയാണെന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഇത് തകിടം മറിച്ചാണ് 5-അംഗ ബെഞ്ച് വാദം കേൾക്കാനുള്ള തീരുമാനം സുപ്രീം കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. ജനുവരി 10 രാവിലെ 10:30 ബെഞ്ച് കേസ് പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്തതിന് കന്യാസ്ത്രീക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. മാനന്തവാടിയിലെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കാണ് മദർ ജനറൽ നോട്ടീസ് നൽകിയത്. ഇത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇത്രയും വർഷം എൻ്റെ സന്യാസം ജീവിച്ചത് ഇവിടെയാണ്. അങ്ങനെ അവർ ഈ ആരോപിക്കുന്നതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. എനിക്ക് ജീവിക്കണമല്ലോ, എനിക്ക് സന്യാസിനിയായിട്ട് തന്നെ ജീവിക്കണം. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നത്. തെറ്റിന് ഒരിക്കൽ എന്ത് ഭീഷണി വന്നാലും തെറ്റിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. തെറ്റ് തന്നെ, അത് ആര് ചെയ്താലും, ഏത് മെത്രം ചെയ്താലും ഏത് മാർപ്പാപ്പ ചെയ്താലും തെറ്റ് തന്നെയാണ്. തിരുവസ്ത്രത്തിനുള്ളിൽ ഞങ്ങൾ 7000 സിസ്റ്റേഴ്സ് ഉണ്ട് FCC. ട്രെയിൻ കാത്തിരുന്ന കമിതാക്കളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം പെൺകുട്ടിയെ റെയിൽവേ ജീവനക്കാർ കൂട്ടമാരവകത്തിന് ഇരയാക്കി. സംഭവത്തിൽ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. ഒരാൾ ഒളിവിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരുന്ന സുഹൃത്തുക്കളെ മർദ്ദിച്ച ശേഷം പെൺകുട്ടിയെ റെയിൽവേ ജീവനക്കാർ പീഡനത്തിനിരയാക്കി. സംഭവത്തിൽ പോലീസ് റെയിൽവേ ജീവനക്കാരായ ലോകേഷിനെയും ലൂക്കാസിനെയും അറസ്റ്റ് ചെയ്തു. ശ്രീറാം ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ തരമണി റെയിൽവേ സ്റ്റേഷനിൽ ശനിയാഴ്ച രാത്രിയാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. മൈലാപ്പൂരിലേക്ക് പോകുന്നതിനായി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുകയായിരുന്നു ഇരുവരും. കമിതാക്കൾ ഇരിക്കുന്നത് കണ്ട് എത്തിയ റെയിൽവേ ജീവനക്കാരായ ലൂക്കാസും ശ്രീരാമും ഇരുവരെയും ഭീഷണിപ്പെടുത്തി. എന്നാൽ ഇതിനെ എതിർത്തതോടെയാണ് ഇവരെ മറ്റു ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചത്. പെൺകുട്ടിയുടെ കൂടെയുണ്ടായിരുന്ന ആൺസുഹൃത്തിനെ മർദ്ദിച്ച് റെയിൽവേ സ്റ്റേഷനിലെ ഒരു മുറിയിലെത്തിച്ച ശേഷം വിശദീകരണം എഴുതി വാങ്ങാൻ എന്ന വ്യാജേന പെൺകുട്ടിയെ അവർ ബുക്കിംഗ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. പെൺകുട്ടിയിൽ നിന്ന് പിഴ എന്ന് പറഞ്ഞ് ഇവർ 1000 രൂപയും ഈടാക്കി. ബുക്കിംഗ് ഓഫീസിൽ നിന്നും ലിഫ്റ്റിൽ തിരികെ പോകവേ ലൂക്കാസ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇതോടെ കൂടെയുണ്ടായിരുന്ന ലോകേഷും ശ്രീരാമും കൃത്യത്തിൽ പങ്കാളികളായി. പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ആൺസുഹൃത്ത് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ മൂവരും ചേർന്ന് ഇയാളെ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. തുടർന്ന് സഹായത്തിനായി ആൺസുഹൃത്ത് റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. സഹപാഠിക്കെതിരെ പരാതി നൽകിയ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്നും പുറത്താക്കി. ഉത്തർപ്രദേശ് കുശിനഗറിലുള്ള സ്കൂളിലാണ് സംഭവം. പെൺകുട്ടി സ്കൂളിൽ പഠിക്കാൻ യോഗ്യയല്ലെന്ന് കണ്ടാണ് സ്കൂളിലെ പ്രധാന അധ്യാപകനായ സിബി സിംഗ് കുട്ടിയെ പുറത്താക്കിയത് എന്നാണ് അധികൃതരുടെ പക്ഷം. ഈ റിപ്പോർട്ട് കൂടി കാണാം. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് സഹപാഠി അപമാനിച്ചു എന്ന് പറഞ്ഞ് 11ാം ക്ലാസ് വിദ്യാർത്ഥിനി അധ്യാപകനെ സമീപിച്ചത്. പെൺകുട്ടി പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാൻ അധ്യാപകൻ തയ്യാറായില്ല. പകരം പരാതിക്കിടയാക്കിയ സംഭവം നടന്നത് സ്കൂളിന് പുറത്തുവച്ചായിരുന്നുവെന്ന് സമർത്ഥിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതികരിച്ചതോടെയാണ് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയത്. അച്ചടക്കമില്ലാത്ത പെൺകുട്ടികൾ ഇവിടെ പഠിക്കേണ്ടതില്ലെന്നും സ്കൂളിന്റെ സൽപ്പേര് കളങ്കപ്പെടുമെന്നും സിംഗ് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതേസമയം സംഭവത്തെ തുടർന്ന് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിൽ പരാതി നൽകിയിട്ടും അധ്യാപകൻ നടപടി സ്വീകരിക്കാത്തതിനെപ്പറ്റിയും പരാതിയിൽ പറയുന്നു. കൂടാതെ സ്കൂളിലെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് ഇത്തരം പെൺകുട്ടികളെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചതായും മാതാപിതാക്കൾ പരാതിയിൽ ആരോപിക്കുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ അപമാനിച്ച ആൺകുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.